മലയാളിയെ ചിരിയുടെ കൊടുമുടി കയറ്റിയ വെള്ളിത്തിരയിലെ മണവാളനും പ്യാരിയും ഇനി ഓർമ്മചിത്രം. പ്രിയനടൻ സലീം കുമാറിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ കണ്ണീരണിഞ്ഞു നിൽക്കുകയാണ് ചലച്ചിത്ര ലോകവും രാഷ്ട്രീയ കേരളവും. വെറുമൊരു ഹാസ്യനടൻ എന്ന ലേബലിൽ ഒതുങ്ങാൻ താൽപര്യമില്ലാതിരുന്ന താൻ വിശ്വസിച്ച നിലപാടുകൾക്ക് വേണ്ടി ഏത് കൊലക്കൊമ്പനോടും നെഞ്ചുവിരിച്ച് പോരാടിയ ആ തന്റേടത്തിന്റെ അധ്യായമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അവസാനിച്ചത്. വെള്ളിത്തിരയിൽ കോമാളിവേഷങ്ങൾ കെട്ടുമ്പോഴും യഥാർത്ഥ ജീവിതത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീയുണ്ട പോലുള്ള രാഷ്ട്രീയ സാമൂഹിക നിലപാടുകൾ കൊണ്ട് കേരളത്തെ നിരന്തരം ചിന്തിപ്പിച്ച വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. സിനിമയ്ക്കുള്ളിലെ വലിയൊരു വിഭാഗം താരങ്ങളും ചുവടുമാറ്റുകയും മൗനം പാലിക്കുകയും ചെയ്തപ്പോഴും നടൻ ദിലീപ് കടുത്ത പ്രതിസന്ധി നേരിട്ട ഘട്ടങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിരോധ കോട്ട തീർത്തത് സലീം കുമാർ ആയിരുന്നു. 3 പതിറ്റാണ്ടിലേറെ നീണ്ട മിമിക്രി സിനിമ സൗഹൃദത്തിന്റെ ആത്മബന്ധമായിരുന്നു അതിന് കാരണം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതിക്കൂട്ടിലായപ്പോൾ സിനിമയ്ക്കുള്ളിൽ കടുത്ത ചേരിതിരിവുകൾ ഉണ്ടായെങ്കിലും സലീം കുമാർ സ്വന്തം നിലപാടിൽ ഉറച്ചുനിന്നു. ദിലീപിന്റെ കണ്ണീരിലും മക്കളെ സാക്ഷി നിർത്തിയുള്ള സത്യത്തിലും വിശ്വസിച്ച അദ്ദേഹം കോടതി വിധിക്കു മുൻപ് ഒരാളെ മാധ്യമങ്ങൾ ക്രൂശിക്കുന്നതിനെതിരെ ശക്തമായി സംസാരിച്ചു. ഇതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണങ്ങളും ജനരോഷവും നേരിടേണ്ടി വന്നിട്ടും അനുഭവിക്കാനുള്ളത് അനുഭവിക്കുന്നുണ്ട്, പറഞ്ഞത് മാറ്റി പറയില്ല എന്ന ഉറച്ച നിലപാടിൽ അദ്ദേഹം മരണം വരെ ഉറച്ചുനിന്നു. സിനിമയ്ക്ക് പുറത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശക്തനായ വക്താവായിരുന്നു സലീം കുമാർ. ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അസഹിഷ്ണുതയ്ക്കെതിരെയും ചാനൽ ചർച്ചകളിലും പൊതുവേദികളിലും അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ പ്രസംഗങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടുന്നവയാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കടുംപിടുത്തങ്ങളെയും ദാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റങ്ങളെയും തന്റെ തനത് ശൈലിയിൽ കടന്നാക്രമിക്കാൻ അദ്ദേഹം ഒരിക്കലും മടി കാണിച്ചില്ല. സദാസമയവും ഗൗരവഭാവം പൂണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ ഭരണാധികാരികളുടെ ജനവിരുദ്ധ സമീപനങ്ങളെ അക്കമിട്ട് നിരത്തി പരിഹസിക്കാനും തിരുത്തിക്കാനും സലീം കുമാർ കാണിച്ച തന്റെ ഇടം രാഷ്ട്രീയ കേരളത്തിൽ എടുത്തു പറയേണ്ട ഒന്നാണ്. സൂപ്പർ താര സംഘടനയായ അമ്മയിലെ ആഭ്യന്തര രാഷ്ട്രീയത്തോടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടായിരുന്നു സലീം കുമാറിന്. മുൻപ് പത്തനാപുരത്ത് KB ഗണേഷ് കുമാറിനെതിരെ ജഗദീഷ് മത്സരിച്ചപ്പോൾ ഭരണപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സൂപ്പർ താരം മോഹൻലാൽ പ്രചാരണത്തിനിറങ്ങിയതിനെ സലീം കുമാർ പരസ്യമായി ചോദ്യം ചെയ്തു. സംഘടനയിലെ എല്ലാവർക്കും ഒരേപോലെ പ്രിയങ്കരനായ താരം മത്സരിക്കുമ്പോൾ മറ്റൊരു താരം പ്രചാരണത്തിനിറങ്ങുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം അമ്മയിലെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് പുറത്തുപോന്നു. ആ വ്യക്തിത്വം സംഘടനയ്ക്കുള്ളിലെ വിവേചനങ്ങൾക്കെതിരെയുള്ള കൃത്യമായ അടയാളപ്പെടുത്തലായിരുന്നു. VD സതീശനുമായി സലീം കുമാർ പുലർത്തിയിരുന്ന ആത്മബന്ധം രാഷ്ട്രീയ കേരളത്തിന് സുപരിചിതമാണ്. VD സതീശനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് ഉയർത്തിക്കാട്ടാനും അദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിക്കാനും സലീം കുമാർ എപ്പോഴും മുന്നിലുണ്ടായിരുന്നു. സദാസമയവും ഗൗരവഭാവം പൂണ്ടിരുന്ന രാഷ്ട്രീയ ജേതാക്കൾക്കിടയിൽ എപ്പോഴും ജനങ്ങളോട് ചിരിച്ചു സംസാരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെയാണ് കേരളത്തിന് ആവശ്യമെന്നും ആ ചിരിക്കുന്ന മുഖ്യമന്ത്രി VD സതീശനായിരിക്കുമെന്നും സലീം കുമാർ സ്വപ്നം കണ്ടിരുന്നു. കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സുപ്രധാന വേദികളിലെല്ലാം പാർട്ടിയുടെ കാവലാളായി നിലകൊള്ളാൻ അദ്ദേഹം എപ്പോഴും സമയം കണ്ടെത്തിയിരുന്നു. ശനിയാഴ്ച രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ആ ചിരി മായുമ്പോൾ സതീശന് ജയ് വിളിക്കാനും കോൺഗ്രസ് വേദികളിൽ തന്റേടിയായ ഒരു കാവലാളായി നിലകൊള്ളാനും ഇനി സലീം കുമാർ കൂടെയില്ലെന്ന യാഥാർത്ഥ്യം UDF ക്യാമ്പുകളെയും സങ്കടത്തിലാഴ്ത്തുന്നു. സൗഹൃദത്തിന്റെ പേരിലും രാഷ്ട്രീയത്തിന്റെ പേരിലും ക്രൂശിക്കപ്പെടുമ്പോഴും വിശ്വസിച്ച പ്രസ്ഥാനത്തിന് വേണ്ടി നെഞ്ചുവിരിച്ചു നിന്ന നിലപാടുകളുടെ രാജകുമാരന് മലയാളക്കരയുടെ കണ്ണീരണഞ്ഞ വിട.